എപിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ വാട്സപ്പിന്റെ ചാറ്റിൽ 2 വർഷം മുമ്പുള്ളതോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കും. അതപ്പോൾ കാണാൻ വേണ്ടി അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമുക്ക് എത്ര പഴയ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? അതിനൊരു വഴിയുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ആരുടെ ചാറ്റാണോ നോക്കേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിപ്പം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കുറേ ചാറ്റുകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് 2 വർഷം മുമ്പുള്ളതോ 5 വർഷം മുമ്പുള്ളതൊക്കെ ചാറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് സെർച്ച് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് കലണ്ടറിന്റെ ഒരു ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കലണ്ടർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഓപ്പൺ ആയ കലണ്ടറിൽ നിങ്ങൾക്ക് ഏത് വർഷമാണ് സെലക്ട് ചെയ്യേണ്ടത് ആ വർഷം സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെയായിട്ട് ഒരു 2022 സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ബാക്കിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമുക്ക് ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ബാക്കിലോട്ട് പോകാം. ഇവിടെ നമ്മൾ 2022 ജനുവരി എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെയായിട്ട് ഒരു ഡേറ്റ്, അതായത് 10 എന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓക്കെ ടച്ച് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ ചാറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് അഥവാ 10 വർഷം മുമ്പുള്ള ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 വർഷം മുമ്പുള്ളത് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.